മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇത് അനേകായിരങ്ങൾ കരങ്ങൾ കോർത്തിരിക്കുകയാണ്. മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് 33 ദിവസത്തെ കോടിയർച്ചനയിൽ അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 8 വരെ മാതാവ് സ്വീകരിച്ച 10 സുഹൃതങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മാതാവ് അനുഗ്രഹീതയായി തീർന്നത്, മാതാവ് ഉന്നതയായി തീർന്നത് പോലെ തന്നെ മാതാവിൻ്റെ ഈ മനോഭാവങ്ങളും മാതാവിൻ്റെ ജീവിതശൈലിയും മാതാവിൻ്റെ സുഹൃതങ്ങളും നമ്മുടേതും സ്വന്തമായി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ 10 നാൾ ദിവസത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഇതിന് ഇപ്രകാരമാണ് അറിയപ്പെടുക: മാതാവ് സ്വീകരിച്ച 10 സുഹൃതങ്ങൾ. എന്നിതാ ആ സുഹൃതങ്ങൾ അനേകം കുടുംബങ്ങളിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് പ്രത്യേകമായി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുമായി മാതാവ് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മാതാവ് സ്വീകരിച്ച ആദ്യത്തെ സുഹൃതമാണ് അനുസ്യൂതമായ വിശ്വാസം. വിശ്വാസികളുടെ റാണിയാണ് പരിശുദ്ധ കന്യാമറിയം. എന്ത്, എന്തിന്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ ദൈവം പറഞ്ഞത് 100% വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. ദൈവം എന്താണോ പറഞ്ഞത്, അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നിൽ നിറവേറും എന്ന് വിശ്വസിച്ചവളാണ് നമ്മുടെ അമ്മ. ആ അമ്മയോടൊപ്പം വിശ്വാസത്തിൻ്റെ വലിയ വരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്നെ സുഖപ്പെടുത്തും, വിശ്വസിക്കുക. ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കും, വിശ്വസിക്കുക. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും, വിശ്വസിക്കുക. ഈ വലിയ വിശ്വാസത്തിൽ ആരൊക്കെ വളരുന്നുവോ അവൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വൃക്ഷത്തിൻ്റെ വേര് എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഒരു വ്യക്തിയുടെ അനുസരണം എന്ന് പറയുന്നത് അതിൻ്റെ തടിയാണ്. ഒരാളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ ചെടിയുടെ ബ്രാഞ്ചസും അതിൽ വിരിയുന്ന പൂക്കളുമാണ്. ഇന്ന് ദൈവമായ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിച്ചു തരട്ടെ. അനുസ്യൂതമായ വിശ്വാസം സർവ്വ മക്കൾക്കുണ്ടാകട്ടെ. പഠനത്തിലും പരീക്ഷകളിലും ജോലികളിലും ഇൻ്റർവ്യൂവിലും എല്ലാം മാതാവ് ഒന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുസ്യൂതമായ വിശ്വാസം നമുക്ക് പകരുവാൻ അമ്മ ഇതാ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സർവ്വ മക്കളിലും അവർ ഷെയർ ചെയ്യുന്നവരിലും വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.